ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പൊതുവേ എല്ലാവരുടെ മനസ്സിലുള്ള കുറച്ച് സംശയമാണ്. അതായത് എല്ലാവർക്കും ഉള്ളിലൊരു തോന്നലുണ്ട്, ശരിക്കും ലേഡീസിനെ എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതായത് ഇവരുടെ സ്വഭാവം കാണുന്ന സമയത്ത് നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല, ഇവരുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ളത് പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ സ്ത്രീകളുടെ സൈക്കോളജി എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്, സ്ത്രീകളുടെ സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊരു 4-5 കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് സ്ത്രീകളുടെ സൈക്കോളജി എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻ ആണ്. അതായത് വൈകാരിക പ്രകടനം നടത്തുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണുള്ളത് അത് അവർ പുറത്ത് കാണിക്കാറുണ്ട്. ഇപ്പോൾ സങ്കടമാണെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ആ സന്തോഷം അവർ പുറത്ത് കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണെങ്കിലും ചെറിയൊരു ചിരിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് അത് പ്രകടിപ്പിക്കാറുള്ളൂ. ഇനിയിപ്പോൾ സങ്കടമാണെന്നുണ്ടെങ്കിലും അത്ര വലിയ രീതിയിലൊന്നും അവർ ആ സങ്കടം പുറത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകൾ നേരെ തിരിച്ചാണ്, അവരുടെ മനസ്സിലെ വിഷമമാണെങ്കിൽ ആ വിഷമം അവർ ഓപ്പൺ ആയിട്ട് പുറത്ത് കാണിക്കാറുണ്ട്. അതേപോലെ സന്തോഷവും അങ്ങനെ തന്നെയാണ്, സ്നേഹവും അങ്ങനെയാണ്. സോ ഈ ഒരു ഇമോഷണൽ എക്സ്പ്രഷന്റെ കാര്യത്തിൽ സ്ത്രീകൾ കുറച്ച് കൂടുതലായിട്ട് ഇത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആണ്. അതായത് ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇവരെപ്പോഴും അവരുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് എപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇന്ന ആൾക്കെന്ന് മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്പുകൾക്കും അവർ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് പൊതുവെ സ്ത്രീകളെ. എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒട്ടുമിക്കവരും അങ്ങനെ തന്നെയാണെന്ന്. എന്ന് കരുതി പുരുഷന്മാർ അങ്ങനെ അല്ല എന്നല്ല ഞാൻ പറയണത്. പുരുഷന്മാരും ഇത്തരത്തിൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആണ് എന്ന് മാത്രം. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ്ങും അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റിയും ആണ്. അതായത് ഇപ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് കഴിയാറുണ്ട്. അതേപോലെ തന്നെയാണ് പുതിയൊരു സാഹചര്യവുമായിട്ട് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടാനും സ്ത്രീകൾക്ക് കഴിയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുരുഷന്മാര് അങ്ങനെയുള്ള ആളുകളല്ല. അവർക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒന്നിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരേ സമയം 1, 2, 3 ജോലികൾ ചെയ്യാനായിട്ട് കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരേ സമയം കുക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് ഒരേ സമയത്ത് കഴിയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെ കഴിയാറില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏതൊരു പുതിയ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ സാഹചര്യമായിട്ട് ഇണങ്ങാനായിട്ട് സ്ത്രീകൾക്ക് കഴിയാറുണ്ട്. പക്ഷേ പുരുഷന്മാർക്കും അതിന് കഴിയാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ഞാൻ പുരുഷന്മാരെ താഴ്ത്തി പറയുന്നതല്ല, പൊതുവെ ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ മറ്റൊരു സൈക്കോളജി എന്ന് പറയുന്നത് അവർ ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഒരു സാഹചര്യവുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി 4ാമത്തെ പോയിന്റ്, നമ്മുടെ 4th പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആണ്. അതായത് സ്ത്രീകൾ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നതിന് ഒരുപാട് സ്റ്റൈൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ കൈകൊണ്ട് ഏറ്റവും കൂടുതൽ ആംഗ്യം കാണിച്ചിട്ട് സംസാരിക്കാറുള്ളത് സ്ത്രീകളാണെന്നുള്ളതാണ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അവരുടെ വാക്കുകളേക്കാൾ കൂടുതലായിട്ട് അവരുടെ കൈകൾ ആണ് സംസാരിക്കാറുള്ളത് നമ്മൾ പറയാറുണ്ട്. കൈകൾ എന്ന് മാത്രമല്ല അവരുടെ എക്സ്പ്രഷൻസ് ആണ് കൂടുതലായിട്ടും സംസാരിക്കാറുള്ളത്. അത് പൊതുവെ സത്യമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ സ്ത്രീകൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതിന്റെ കൂടുതൽ തന്നെ ഒന്നില്ലെങ്കിൽ കൈകൾ അനങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയോ അങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കൂടുതൽ വരാറുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വാക്കുകളും പ്രവൃത്തികളും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കാനാണെങ്കിൽ വാക്കുകളിലൂടെയും അവർ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്, പ്രവൃത്തികളിലൂടെയും അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ്. എന്നാൽ നമ്മളുടെ വാക്കുകളിലൂടെ സ്നേഹത്തെ അവർ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കാറുണ്ട്. അപ്പൊ ആരോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്, ഇപ്പൊ ഭർത്താവിനോടാണെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പുരുഷനോടാണെങ്കിൽ തനിക്ക് അയാൾ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് സംസാരത്തിലൂടെ പറയാറുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്നതിന് ഒരുപാട് സ്റ്റൈലുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും സ്ത്രീകൾ. ഇനി നമ്മുടെ 5th പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ് ആണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, സമൂഹത്തിൽ പൊതുവെ സൗന്ദര്യത്തിന് ഒരു മാനദണ്ഡമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ഈ സൗന്ദര്യത്തിന്റെ പേരിൽ അസംതൃപ്തിയും അഭിമാന പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ്. അതായത് അങ്ങനെ അവർ മനസ്സിൽ ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും സ്ത്രീകളിലാണ്. അതായത് ഇപ്പൊ നമ്മൾ
ഒറ്റ ചിന്തിച്ച് ഞാൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സമൂഹത്തിൽ പൊതുവെ എല്ലാ ആളുകളുടെ മനസ്സിലും സൗന്ദര്യം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഭംഗിയുള്ള ആളുകൾ, ഭംഗിയില്ലാത്ത ആളുകൾ, ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സ്വന്തം സൗന്ദര്യം എന്നുള്ള കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് സ്ത്രീകളാണ്. തനിക്ക് സൗന്ദര്യം ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളത് സത്യമാണ്. നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്ത്രീകളാണ് കൂടുതൽ ഇത്തരത്തിൽ ബോഡി കെയറും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പുരുഷന്മാർ ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ പുരുഷന്മാർക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടൊന്ന് ടാൻ അടിച്ചു കഴിഞ്ഞാലൊന്നും അവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതായത് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പൊയ്ക്കോളും എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അവരുടെ മുഖത്ത് ചെറിയൊരു പാട് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ടെൻഷനായി തുടങ്ങും. അയ്യോ എൻ്റെ മുഖം അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ സമൂഹത്തിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതികൾ സ്ത്രീകൾ ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നു എന്നുള്ളത് സ്ത്രീകൾ ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് എപ്പോഴും പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് ഇത്തരത്തിൽ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കാറുള്ളത്. ബോഡിയും സ്കിന്നും കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കുന്നതും അതിൽ ടെൻഷൻ അടിക്കുന്നതും എപ്പോഴും സ്ത്രീകളാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആയിക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നില്ല. ചിലരിൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും കാണാനായിട്ട് കഴിയുള്ളൂ. ചിലർ കുറച്ച് വ്യത്യസ്തരായിരിക്കാം എന്നുള്ളതാണ്. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്ത്രീ ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ട് അവരെ അപ്രോച്ച് ചെയ്യാൻ നിൽക്കരുത്. സോ അവരെ നിങ്ങൾ തന്നെ വീക്ഷിക്കുക. എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ നോക്കിയിട്ട് ആ രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെയും കാണാതിരിക്കാം. അതായത് ഈ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരിലും ഉള്ളത് എന്ന് ചിന്തിക്കാതിരിക്കുക. എല്ലാവരും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്